ശ്രീകൃഷ്ണ അവതാരം ജരാസന്ധവധം. ഒരിക്കൽ ധർമ്മപുത്രരുടെ കൊട്ടാരത്തിൽ നാരദ മഹർഷി എത്തിച്ചേർന്നു. അദ്ദേഹം ധർമ്മപുത്രരോട് പറഞ്ഞു, അങ്ങയുടെ അച്ഛൻ്റെ ഒരാഗ്രഹമായിരുന്നു രാജസൂയ യജ്ഞം നടത്തണമെന്ന്. പിതൃക്കൾക്ക് നന്മയുണ്ടാകുന്ന ഒരു കാര്യമാണ് അത്. അപ്പോൾ ധർമ്മപുത്രൻ പറഞ്ഞു, നാരദ മഹർഷി, എനിക്കതിനുള്ള യോഗ്യതയുണ്ടെന്ന് തോന്നുന്നില്ല. ആകെ ഉള്ള യോഗ്യത കൃഷ്ണൻ കൂടെയുണ്ടെന്ന് മാത്രമാണ്. ഭഗവാൻ നിശ്ചയിക്കാതെ ഞാൻ ഒന്നും ചെയ്യില്ല. ഭഗവാനോട് ആലോചിക്കാതെ ഒന്നും സാധ്യമല്ല. അപ്പോൾ നാരദ മഹർഷി പറഞ്ഞു, ഭഗവാന്റെ അടുത്തേക്ക് ദൂതനായിട്ട് ഞാൻ പോകാം. അങ്ങനെ നാരദ മഹർഷി കൃഷ്ണൻ്റെ അടുത്ത് ചെന്നു. കൃഷ്ണൻ നാരദനെ സ്വീകരിച്ചു. നാരദൻ പറഞ്ഞു, ഭഗവാനെ, ധർമ്മപുത്രർക്ക് രാജസൂയ യാഗം നടത്തണമെന്ന് ആഗ്രഹമുണ്ട്. അങ്ങയോട് എത്രയും പെട്ടെന്ന് കൊട്ടാരത്തിൽ എത്തണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അവർ ഇങ്ങനെ സംസാരിച്ചിരിക്കുന്ന സമയത്ത് കുറച്ച് രാജാക്കന്മാർ ചേർന്ന് പറഞ്ഞയച്ച ഒരു ദൂതൻ അവിടെ വന്നു ചേർന്നു. ആയിരക്കണക്കിന് രാജാക്കന്മാരെ ജരാസന്ധൻ തടവിൽ പാർപ്പിച്ചിരിക്കുകയാണ്. അവരെ ഏതോ ഉത്സവത്തിന് ബലി കൊടുത്താൽ ജരാസന്ധന്റെ ശക്തി വർദ്ധിക്കുമെന്നും എത്രയും പെട്ടെന്ന് അവരെ രക്ഷിക്കണമെന്ന് ദൂതൻ മുഖേന അവർ അപേക്ഷിച്ചിരിക്കുകയാണ്. വൈകിയ ജരാസന്ധൻ അവരെ കൊല്ലുമെന്നും ഭഗവാനല്ലാതെ അവരെ രക്ഷിക്കാൻ മറ്റാരുമില്ലെന്നും ദൂതൻ പറഞ്ഞു. കൃഷ്ണൻ അവിടെ കൂടിയിരിക്കുന്ന രാജാക്കന്മാരോട് ചോദിച്ചു, ഏതാണ് ആദ്യം വേണ്ടത്? ധർമ്മപുത്രരുടെ കൊട്ടാരത്തിലേക്ക് പോകണോ, അതോ ജരാസന്ധനിൽ നിന്ന് രാജാക്കന്മാരെ രക്ഷിക്കുകയോ? അവിടെ കൂടിയിരുന്ന യാദവ രാജാക്കന്മാരിൽ ചിലർ പറഞ്ഞു, ആദ്യം ധർമ്മപുത്രരുടെ കൊട്ടാരത്തിലേക്ക് പോകണമെന്ന്. ചിലർ പറഞ്ഞു, ആദ്യം പാവൻ രാജാക്കന്മാരെ രക്ഷിക്കണമെന്ന്. ഒടുവിൽ ഭഗവാൻ ഉദ്ധവരോട് ചോദിച്ചു. ഉദ്ധവർ പറഞ്ഞു, ഭഗവാനെ, എല്ലാം അറിയുന്ന നാഥനാണ് അവിടുന്ന്. ഒരു പരീക്ഷണം എന്ന നിലയിൽ അവിടുന്ന് എന്നോട് ചോദിക്കുകയാണ്. എന്നാലും ചോദിച്ച സ്ഥിതിക്ക് ഞാൻ പറയാം. അങ്ങ് ആദ്യം തന്നെ ധർമ്മപുത്രരുടെ അടുത്തേക്ക് പോകണം. എന്നിട്ട് രാജസൂയ യജ്ഞം നടത്താൻ നിശ്ചയിക്കണം. രാജസൂയത്തിൻ്റെ ഭാഗമാണല്ലോ ദിക്കുകൾ ജയിക്കുക എന്നത്. ദിഗ്വിജയം നേടാനായി പുറപ്പെടുമ്പോൾ ജരാസന്ധൻ കീഴടങ്ങുകയില്ല. അതിലൂടെ ജരാസന്ധനെ കീഴടക്കാമല്ലോ. എല്ലാവർക്കും അറിയാം, അങ്ങല്ല ഭീമസേനനാണ് ജരാസന്ധനെ കൊല്ലുക എന്നത്. അതുകൊണ്ട് അങ്ങ് ഭീമസേനനെയും അർജുനനെയും കൂട്ടി ബ്രാഹ്മണരുടെ വേഷത്തിൽ ജരാസന്ധൻ്റെ കൊട്ടാരത്തിൽ ചെല്ലണം. അയാളോട് നേരിട്ട് യുദ്ധത്തിനൊന്നും പോകണ്ട. കാരണം അയാൾക്ക് കോടിക്കണക്കിന് സൈന്യങ്ങളുണ്ട്. ബ്രാഹ്മണർക്ക് ജരാസന്ധൻ എന്ത് വേണമെങ്കിലും കൊടുക്കും. സ്വന്തം ജീവൻ പോലും കൊടുക്കുന്ന ആളാണ്. അതുകൊണ്ട് ബ്രാഹ്മണ വേഷത്തിൽ നേരെ അകത്തേക്ക് കയറുകയുമാവാം. പിന്നീട് രാജാവ് ചോദിക്കുമ്പോൾ ആവശ്യപ്പെടേണ്ടത് ദ്വന്ദ്വയുദ്ധമാണ്. ഉദ്ധവരുടെ അഭിപ്രായം കേട്ടപ്പോൾ കൃഷ്ണൻ എല്ലാവരെയും നോക്കിക്കൊണ്ട് പറഞ്ഞു, ഉദ്ധവരുടെ ഈ ബുദ്ധിയെ ഞാൻ നമസ്കരിക്കുന്നു. അങ്ങനെ ഉദ്ധവരുടെ ബുദ്ധിയെ പുകഴ്ത്തിക്കൊണ്ട് ഭഗവാൻ ധർമ്മപുത്രരുടെ കൊട്ടാരത്തിലേക്ക് ചെന്നു. ധർമ്മപുത്രൻ കൃഷ്ണനെ സ്വീകരിച്ചു. കൃഷ്ണൻ ധർമ്മപുത്രരെ നമസ്കരിച്ചു. കാരണം ജ്യേഷ്ഠനാണല്ലോ. ഭീമൻ്റെ കാൽക്കൽ നമസ്കരിച്ചു. ഭഗവാൻ അർജുനനെ ആലിംഗനം ചെയ്തു. അത് കഴിഞ്ഞ് അകത്തുപോയി കുന്തിദേവിയെ നമസ്കരിച്ചു. കുറച്ച് ദിവസം അവിടെ താമസിച്ചു. അവിടെ വെച്ച് ഗാന്ധവവനം ദഹിപ്പിച്ച് ഗാന്ധീവം സ്വീകരിച്ചു. മയൻ എന്ന അസുരനെ തോൽപ്പിച്ചു. ഇന്ദ്രപ്രസ്ഥം ഉണ്ടാക്കി. ഒരു ദിവസം ധർമ്മപുത്രൻ പറഞ്ഞു, എൻ്റെ പിതാവിന് രാജസൂയയാഗം നടത്തണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു. അവിടുന്ന് കൂടെയുണ്ട് എന്ന് മാത്രമാണ് എനിക്കുള്ള യോഗ്യത. എന്താണ് വേണ്ടതെന്ന് അവിടുന്ന് തന്നെ നിശ്ചയിക്കണം. കൃഷ്ണൻ പറഞ്ഞു, പേടിക്കേണ്ട ജ്യേഷ്ഠ, ഭീമനിലെ കൂടെ, പിന്നെ അർജുനനുമുണ്ട്, ഞാനുമുണ്ട്. എല്ലാം കൊണ്ടും ഞങ്ങളെല്ലാവരുമുണ്ട്. അങ്ങ് ധൈര്യമായി മുന്നോട്ട് പോയിക്കൊള്ളൂ. രാജസൂയം നടത്തുമ്പോൾ 4 ദിക്കുകളും ജയിക്കേണ്ടതുണ്ട്. അതിന് 4 ഭാഗത്തേക്കും ആളുകളെ അയച്ചോളൂ. കൃഷ്ണൻ അർജുനനെയും ഭീമനെയും കൂട്ടി ജരാസന്ധൻ്റെ മഗധയിൽ എത്തിച്ചേർന്നു. അവർ ബ്രാഹ്മണ വേഷത്തിലാണ് രാജാവിൻ്റെ അടുത്തെത്തിയത്. ബ്രാഹ്മണമെന്ന് അറിഞ്ഞപ്പോൾ രാജാവ് അവരെ സൽക്കരിച്ച് കൂട്ടിക്കൊണ്ടുപോയി. എന്നിട്ട് ചോദിച്ചു, എന്താണ് നിങ്ങൾക്ക് വേണ്ടത്? എന്ത് വേണമെങ്കിലും ചോദിച്ചാൽ തരുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ ചോദിക്കാമെന്നായി അവർ. ബ്രാഹ്മണരല്ലേ, എന്ത് വേണമെങ്കിലും തരും. തല വേണമെങ്കിൽ പോലും ഞാൻ തരുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ ചോദിക്കാം. അപ്പോൾ ജരാസന്ധന് ഒരു സംശയം. കൃഷ്ണനെ ഇതിനു മുമ്പ് എവിടെയോ വെച്ച് കണ്ടതുപോലെ ഒരു ഓർമ്മ. ഏതായാലും അവർ പറഞ്ഞു, ഞങ്ങൾക്ക് വേണ്ടത് യുദ്ധമാണ്. ബ്രാഹ്മണർക്ക് വേണ്ടത് ഒന്നെങ്കിൽ ഭക്ഷണം, അല്ലെങ്കിൽ വസ്ത്രം, അതുമല്ലെങ്കിൽ ദക്ഷിണ. ഇവർ ബ്രാഹ്മണരല്ലേ? അദ്ദേഹം ചോദിച്ചു. നിങ്ങൾ ബ്രാഹ്മണരല്ലേ? കൃഷ്ണൻ ഭീമനെ മുന്നിലേക്ക് നീക്കി നിർത്തിക്കൊണ്ട് പറഞ്ഞു, ഇയാളുടെ കൈ കണ്ടാൽ അറിയില്ലേ ക്ഷത്രിയനാണെന്ന്? അർജുനൻ്റെ മെയ്വഴക്കം കണ്ടാൽ അറിയില്ലേ വില്ലാളി വീരനാണെന്ന്? പിന്നെ ഞാൻ, നമ്മൾ തമ്മിൽ 17 തവണ മുഖാമുഖം നിന്ന് യുദ്ധം ചെയ്തതല്ലേ?
ഭീമനുമായിട്ടുള്ള ദ്വന്ദ്വയുദ്ധമാണ് ഇപ്പോൾ വേണ്ടത്. അസൽ പ്രകോടകനാണ് ഇവൻ. മസിലുകളൊക്കെ കണ്ടില്ലേ? കൃഷ്ണനെ കണ്ടതും ജരാസന്ധൻ പൊട്ടിച്ചിരിച്ചു. നീയോ? അത് കഴിഞ്ഞിട്ട് ഭീമസേനനോട് ചോദിച്ചു, നീയും എന്നോട് പോരിന് വരികയോ? എന്നാൽ യുദ്ധം ചോദിച്ചു വാങ്ങിയല്ലേ, തരാമെന്ന് പറഞ്ഞതാണല്ലോ. ഇങ്ങനെ പറഞ്ഞിട്ട് ജരാസന്ധൻ ആയുധമിരിക്കുന്ന മുറി കാണിച്ചു കൊടുത്തിട്ട് ഭീമനോട് പറഞ്ഞു, ഇഷ്ടമുള്ള ഗദ എടുത്തോളൂ, ഞാൻ എടുത്തു തന്നു എന്ന് വേണ്ട. അങ്ങനെ യുദ്ധം തുടങ്ങി. യുദ്ധം ഒന്നും രണ്ടുമല്ല, 27 ദിവസം നീണ്ടു നിന്നു. ഓരോ ദിവസവും യുദ്ധം കഴിഞ്ഞ് കിടക്കാൻ നേരം ഭീമനോട് ചോദിക്കും കൃഷ്ണൻ, എങ്ങനെയുണ്ട് യുദ്ധം? പിന്നെ അയാളെ എനിക്ക് കൊല്ലാൻ പറ്റും. അയാളുടെ എല്ലുകളൊക്കെ ഒടിഞ്ഞു നുറുങ്ങിയിരിക്കുകയാണ്. നാളെ അയാളുടെ പണി തീരും. ഭീമൻ ഇങ്ങനെ ആവർത്തിച്ച് മറുപടി പറഞ്ഞുകൊണ്ടേയിരുന്നു. പിറ്റേ ദിവസവും ഇത് തന്നെ ആവർത്തിച്ചു. 26 ദിവസം കഴിഞ്ഞപ്പോൾ ഭീമൻ കരയാൻ തുടങ്ങി. ജരാസന്ധനെ കൊല്ലാൻ പറ്റുന്നില്ല എന്ന് മാത്രമല്ല, ഭീമൻ്റെ എല്ലുകൾ ഇടിച്ചു നുറുങ്ങിയ വേദനയുമാണ്. കൃഷ്ണൻ പറഞ്ഞു, ഇങ്ങനെ ഭീരുവിനെ പോലെ കരയാതെ, ക്ഷത്രിയനല്ലേ, ഇയാളെ കൊല്ലാൻ ഒരു വഴിയേ ഉള്ളൂ. എന്നിട്ട് കൃഷ്ണൻ ജരാസന്ധൻ്റെ കഥ പറഞ്ഞു. മൃഗദന്തൻ എന്ന രാജാവിന് 2 ഭാര്യമാരുണ്ടായിരുന്നു. എന്നിട്ടും അദ്ദേഹത്തിന് മക്കളുണ്ടായില്ല. ഒരിക്കൽ ഒരു യാഗം ചെയ്ത് ഒരു പായസം കിട്ടി. ഭാര്യമാർ 2 പേരും പായസം പങ്കിട്ടെടുത്തു. അതുകൊണ്ട് അവർ 2 പേരും പ്രസവിച്ചത് പകുതി ശരീരമുള്ള കുഞ്ഞുങ്ങളെയായിരുന്നു. ഒരു കൈയും ഒരു കാലും ഒരു കണ്ണുമുള്ള കുട്ടികളെ അവർ ആരുമറിയാതെ കാട്ടിലേക്ക് വലിച്ചെറിഞ്ഞു. കാട്ടിൽ വെച്ച് ഈ മാംസപിണ്ഡം തിന്നാനെത്തിയ ജര എന്ന ആ രാക്ഷസൻ 2 പേരെ ഒരേപോലെ കണ്ടപ്പോൾ രണ്ടും ഒരുമിച്ച് ചേർത്ത് വെച്ചു. ഉടലുകൾ ഒന്നു ചേർന്നപ്പോൾ കുട്ടി കരയാൻ തുടങ്ങി. ജര ഈ കുഞ്ഞിനെ രാജാവിന് കാഴ്ചവെച്ചു. രാജ്ഞിമാർക്ക് മനസ്സിലായി ഇത് തങ്ങൾ ഉപേക്ഷിച്ച കുട്ടിയാണെന്ന്. അവർ കുഞ്ഞിനെ വളർത്തി. ജരയാൽ സന്ധിക്കപ്പെട്ടവനായതുകൊണ്ട് കുഞ്ഞിന് ജരാസന്ധൻ എന്ന് പേരിട്ടു. കൃഷ്ണൻ ഭീമനോട് പറഞ്ഞു, അവൻ്റെ ശരീരം 2ആയി പകുത്ത് കീറിയാലേ അവനെ വധിക്കാൻ കഴിയൂ എന്ന്. ഏതൊക്കെ ഭാഗങ്ങളാണ് കൂടിച്ചേർന്നത് അതൊക്കെ വേർതിരിക്കണം. പിറ്റേ ദിവസം ഭീമൻ അങ്ങനെ തന്നെ ചെയ്തു. ജരാസന്ധനെ മലർത്തി കിടത്തി. അയാളുടെ ഒരു കാൽ ചവിട്ടിപ്പിടിച്ച് മറ്റേ കാൽ വലിച്ചു കീറി 2ആയി ദൂരേക്കെറിഞ്ഞു. എന്നിട്ട് അയാൾ മരിച്ചെന്ന് കരുതി സന്തോഷപൂർവ്വം തുള്ളിച്ചാടാൻ തുടങ്ങിയപ്പോൾ അതാ വീണ്ടും ആ ശരീരങ്ങൾ ഒന്നായി. അയാൾ എഴുന്നേറ്റ് വരുന്നു. കൃഷ്ണൻ വീണ്ടും ഒരില കീറി തല കീഴായി തിരിച്ചിട്ട് കാണിച്ചു കൊടുത്തു. ഏതായാലും ഭീമൻ അങ്ങനെ തന്നെ ചെയ്ത് ജരാസന്ധനെ കൊന്നു. ഭഗവാൻ ജയിലിൽ കിടക്കുന്ന രാജാക്കന്മാരെയെല്ലാം മുക്തമാക്കി. അങ്ങേയറ്റം വലിമനായ വസ്ത്രങ്ങളുമൊക്കെയായി കണ്ടാൽ തന്നെ സങ്കടം വരുന്ന വിധത്തിലായിരുന്നു രാജാക്കന്മാരുടെ വരവ്. അവർ ഭഗവാന്റെ കാൽക്കൽ വീണുകൊണ്ട് പറഞ്ഞു, ഞങ്ങൾ രാജഭോഗങ്ങളും അധികാരങ്ങളുമൊക്കെയാണ് വലുതെന്ന് കരുതി ഭഗവാനെ മറന്നു ജീവിച്ചു. ഇപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി, ഞങ്ങളെ ഞങ്ങളാക്കി തീർക്കുന്നത് ഭഗവാനാണെന്ന്. ഇപ്പോൾ ഞങ്ങളുടെ അഹങ്കാരമൊക്കെ പോയിരിക്കുന്നു. ഇനിയുള്ള ജീവിതമെങ്കിലും അവിടത്തെ സേവിച്ച് അവിടത്തെ പാദസ്മരണയിൽ മാറാതെ ദൃഢമായ ഭക്തി ഉണ്ടാകാൻ അവിടുന്ന് ഞങ്ങളെ കാരുണ്യത്തോടെ അനുഗ്രഹിക്കണം. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് അവർ ഭഗവാനെ സ്തുതിക്കാൻ തുടങ്ങി. അങ്ങനെ രാജസൂയം നടക്കുന്നു.